നമസ്കാരം, ന്യൂസ് 25ലേക്ക് സ്വാഗതം. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണമെന്ന് നിർദ്ദേശിച്ച സുപ്രീം കോടതി വിദ്യാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും സുരക്ഷിതമാക്കണമെന്നും സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ദേശീയ, സംസ്ഥാന, ജില്ലാ പാതകളിൽ പെട്രോളിംഗ് വേണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേരള സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിക്ക് നേരെ ജാതി അധിക്ഷേപമെന്ന പരാതി. സംസ്കൃതം വകുപ്പ് മേധാവി CN വിജയകുമാരിയാണ് PhD വിദ്യാർത്ഥിയായ വിപിൻ വിജയന് നേരെ ജാതി അധിക്ഷേപം നടത്തിയത്. തനിക്ക് PhD ലഭിക്കുന്നത് കാണണമെന്ന് പറഞ്ഞ് അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നും പുലയന്മാർക്കും പഴയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതമെന്ന് വിജയകുമാരി പറഞ്ഞുവെന്നും വിദ്യാർത്ഥി ആരോപിച്ചു. സംഭവത്തിൽ വൈസ് ചാൻസലർക്കും കഴക്കൂട്ടം SP-ക്കും വിപിൻ പരാതി നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ. വേണുവിന് ആവശ്യമായ എല്ലാ ചികിത്സയും നൽകിയെന്നും എല്ലാ രോഗികളും ഒരുപോലെയാണെന്നും കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ഐപ്പ് പറഞ്ഞു. CPM ഭരണസമിതി 97 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നുള്ള പരാതിയിൽ നേമം സഹകരണ ബാങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. കൊച്ചിയിൽ നിന്നുള്ള ED സംഘമാണ് ബാങ്കിലെത്തിയത്. ഭരണസമിതി അംഗങ്ങളുടെ വീടുകളിലും പരിശോധന നടക്കുകയാണ്. വാടക നൽകാതില്ലാത്തതിനാൽ ഉടമ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതോടെ കുടുംബം അന്തിയുറങ്ങുന്നത് ഓട്ടോയിലാണ്. കുന്ദമംഗലം സ്വദേശിയായ കുടുംബത്തിനാണ് തല ചായ്ക്കാൻ ഇടമില്ലാതായതോടെ ഓട്ടോയിൽ നേരം വെളുപ്പിക്കേണ്ടി വന്നത്. കുന്ദമംഗലം സ്വദേശികളായ അനിലും രമ്യയും ഇവരുടെ 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം 4 ദിവസങ്ങളായി തെരുവിൽ കഴിയുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട UDF-ൽ ഭിന്നത. സീറ്റ് നിഷേധിക്കപ്പെട്ട കേരള കോൺഗ്രസ് 18 ഡിവിഷനുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF ഘടക കക്ഷികളുമായി നടത്തിയ സീറ്റ് ചർച്ചയിൽ RSPക്ക് 5ഉം CMPക്ക് 3 സീറ്റുകൾ വീതം നൽകാനായിരുന്നു ധാരണ. എന്നാൽ കേരള കോൺഗ്രസിന് 1 സീറ്റ് പോലും നൽകിയില്ല. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ഡിവൈഡർ മുൻ MLA അനിൽ അക്കരെ തല്ലി തകർത്തു. PWD റോഡിൽ U-ടേൺ അടിച്ചതിനാലാണ് അനിൽ അക്കരയുടെ പ്രകോപനം. തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് തിരിയണമെങ്കിൽ അമല ആശുപത്രി വരെ പോയി U-ടേൺ എടുത്തു വരേണ്ട അവസ്ഥയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു അനിൽ അക്കരയുടെ നടപടി. കൊല്ലം അഞ്ചലിൽ 7 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. നായ്ക്ക് പേവിഷബാധ ഉണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. അഞ്ചൽ, കാളച്ചന്ത, ചന്തമുക്ക് എന്നിവിടങ്ങളിൽ നിന്നവർക്കാണ് പരിക്കേറ്റത്. ശബരിമലയിലെ വസ്തുക്കൾ അപഹരിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മുൻ തിരുവാഭരണം കമ്മീഷൻ ദേവസ്വം പ്രസിഡന്റ് നൽകിയ കത്ത് പുറത്ത്. മുൻ തിരുവാഭരണം കമ്മീഷൻ RG രാധാകൃഷ്ണൻ മുൻ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാറിന് അയച്ച കത്താണ് പുറത്തായത്. കടബാധ്യതയെ തുടർന്ന് തിരുവനന്തപുരം വിതുരയിൽ യുവാവ് ആത്മഹത്യ ചെയ്തു. മകന്റെ ചോറൂണ് ദിവസമായ ഇന്ന് കുടുംബാംഗങ്ങൾ ചോറൂണ് ചടങ്ങിന് പോയ സമയത്താണ് അദ്ദേഹം ജീവനൊടുക്കിയത്. സമീപത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. ഹൈക്കോടതി മുൻ ജഡ്ജിയും സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായിരുന്ന ജസ്റ്റിസ് K. ജോൺ മാത്യു അന്തരിച്ചു. 1984 മുതൽ 94 വിരമിക്കുന്നതുവരെ കേരള ഹൈക്കോടതി ജസ്റ്റിസായിരുന്നു. കോൺഗ്രസ് വിമതനായ AV ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര ജനാധിപത്യ മുന്നണി പെരിങ്ങോട്ടുകുറിശ്ശിയിൽ സഹകരിച്ച് മത്സരിക്കും. ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ കോൺഗ്രസ് അല്ലാത്ത ഭരണസമിതി വരുമെന്ന് ഗോപിനാഥ് പറഞ്ഞു. ഗോപിനാഥിന്റെ നീക്കം കോൺഗ്രസിനെ ബാധിക്കില്ല എന്ന് നേതാക്കൾ പ്രതികരിച്ചു. കോഴിക്കോട് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ മുണ്ടൂർ എന്ന സ്ഥലത്താണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിലാണ് കൂട്ടത്തോടെ പന്നികൾ ചത്ത് ഒടുങ്ങിയത്. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സിസ്റ്റം തകർന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച വേണുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 6 ദിവസം വേണു ആശുപത്രിയിൽ കിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. ആശുപത്രിയിൽ പൂർണ്ണ അവഗണനയാണ് ലഭിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ 3 ടേം വ്യവസ്ഥയിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് MK മുനീർ. വരും വരായികകൾ കൂടി ആലോചിച്ച് തീരുമാനം പ്രഖ്യാപിക്കുമെന്നും യുവാക്കൾക്ക് അവസരം നഷ്ടപ്പെടില്ല എന്നും MK മുനീർ പറഞ്ഞു. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായുള്ള അന്വേഷണത്തിൽ ദുരൂഹത. തമിഴ്നാട് Q ബ്രാഞ്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടെ നിർണായക ദൃശ്യങ്ങൾ ഡിലീറ്റായി. ബാലമുരുകൻ ബൈക്ക് മോഷ്ടിച്ച് കടന്നു കളയുന്ന സമയത്തെ ദൃശ്യങ്ങളാണ് ഡിലീറ്റായത്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ നിയമനത്തെ ചൊല്ലി ആരോഗ്യ ധനമന്ത്രിമാർ തമ്മിൽ തർക്കം. പുതിയതായി ആരംഭിച്ച കാസർഗോഡ്, വയനാട്, ഇടുക്കി, കോന്നി മെഡിക്കൽ കോളേജുകളിലായി 180 ഡോക്ടർമാരെ നിയമിക്കാനുള്ള മന്ത്രി വീണ ജോർജിന്റെ ആവശ്യത്തിന് ഇത്രയും തസ്തിക നൽകാൻ കഴിയില്ലെന്ന് മന്ത്രിസഭാ യോഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാലൻ പറഞ്ഞു. ചോദിച്ച തസ്തിക കിട്ടാത്തതിനെതിരെ വീണ ജോർജ് രോഷപ്രകടനം നടത്തി. കനത്ത മഴയിലും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും കൃഷി നശിച്ചതിന് സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരമായി ലഭിച്ചത് വെറും 6 രൂപയെന്ന് കർഷകർ. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജിനഗർ ജില്ലയിലെ ഒരു കർഷകനാണ് സർക്കാരിനെതിരെ രംഗത്തെത്തിയത്. വോട്ട് കൊള്ളക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് വോട്ട് കൊള്ളയിലൂടെയെന്ന് തുറന്നു കാണിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ബീഹാറിൽ പ്രചരണത്തിനായി പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടെലിവിഷൻ ചാനലുകളുടെ പ്രേക്ഷക പിന്തുണ കണക്കാക്കുന്ന റേറ്റിംഗ് സംവിധാനത്തിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയാൻ പുതിയ നീക്കങ്ങളുമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ടെലിവിഷൻ റേറ്റിംഗുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയ ഭേദഗതി നിർദ്ദേശങ്ങളുടെ കരട് പുറത്തിറക്കി.
അഹമ്മദാബാദിലെ വിമാനാപകടം പൈലറ്റിന്റെ പിഴവല്ലെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പൈലറ്റിന്റെ പിഴവ് മൂലമാണ് അപകടമെന്ന് രാജ്യത്ത് ആരും വിശ്വസിക്കുന്നില്ല എന്നും കോടതി പറഞ്ഞു. SIT അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. 2 പതിറ്റാണ്ടിന് ശേഷം ബീഹാറിൽ ഉയർന്ന പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയതിൽ അവകാശവാദം ഉന്നയിച്ച് ഇരു മുന്നണികളും. 20 വർഷം മുൻപ് വോട്ടിംഗ് ശതമാനം ഉയർന്നപ്പോൾ നേട്ടമുണ്ടാക്കിയത് നിതീഷാണെന്നും ചരിത്രം ആവർത്തിക്കുമെന്നതാണ് NDAയുടെ അവകാശം. മാറ്റത്തിനുള്ള ജനങ്ങളുടെ ആഗ്രഹമാണ് വിജയ ശതമാനത്തിലൂടെ പ്രതിഫലിക്കുന്നതെന്നാണ് ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുന്നത്. അമിതവണ്ണത്തിനുള്ള മരുന്നുകളുടെ വില കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനത്തിനിടെ കുഴഞ്ഞു വീണ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പ്രതിനിധി. മരുന്ന് നിർമ്മാതാക്കളായ നോർവോ നോർഡിക്സിന്റെ പ്രതിനിധിയായ ഗോർഡൻ എന്നയാളാണ് കുഴഞ്ഞു വീണത്. കമ്പനികളുമായി കരാർ ഒപ്പിട്ടതിന് പിന്നാലെയാണ് സംഭവം. റഷ്യയിലെ ഉഫ നഗരത്തിൽ 19 ദിവസം മുൻപ് കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ മൃതദേഹം അണക്കെട്ടിൽ നിന്ന് കണ്ടെടുത്തു. രാജസ്ഥാനിലെ ആൽവാറിലെ ലക്ഷ്മൺ കഫൻവാഡ ഗ്രാമത്തിൽ താമസിക്കുന്ന അജിത് സിംഗ് ചൌധരിയാണ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുന്നത്. ഇന്ത്യ-അമേരിക്ക വ്യാപാര ചർച്ചകൾ തുടരവെ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്യാപാര ചർച്ചകൾ നടക്കുന്ന മോദി തന്റെ അടുത്ത സുഹൃത്താണെന്നും മഹാനായ വ്യക്തിയാണെന്നും ട്രംപ് പുകഴ്ത്തി. ഇതോടെ ന്യൂസ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.